നമസ്കാരം. ഇത് അങ്കിളും മരുമകളും കൂടി ഉള്ള ഊക്കം കളിയാണ്. കാരണം ഈ കളിക്ക് ആഗ്രഹമുള്ള പെണ്ണുങ്ങൾ മിക്ക വീട്ടിലുണ്ട്. കളി നടക്കാണ്ട് വീർപ്പ് മുട്ടി നിൽക്കണത്. ഇപ്പം ഞാനിതാരും പിഴപ്പിക്കാൻ പറയില്ല കേട്ടോ, ഇതൊക്കെ നാച്ചുറലായിട്ട് സംഭവിക്കണ കാര്യങ്ങളാണ്. ഇപ്പം ഈ അങ്കിൾ എക്സ് ഗൾഫാണ്. ഇയാൾ ഇടയ്ക്ക് ഈ വീട്ടിൽ പെങ്ങളുടെ അടുത്ത് വരും. നേരെ പെങ്ങളൊന്നുമല്ല, അവിടെ നിൽക്കുകയൊക്കെ ചെയ്യും. നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഇവർ. ഇയാൾ നല്ലൊരു മനുഷ്യനാണ്, വളരെ സോഷ്യൽ മൈൻഡാണ്. സഹാനുഭൂതി, ഒരാളെ സഹായിക്കാനൊക്കെ നല്ല മനസ്സാണ്. 60 വയസ്സ് കഴിഞ്ഞ്, പക്ഷേ ആൾ നല്ല സ്റ്റീൽ ബോഡി, സുന്ദരനാണ്. അപ്പോൾ അവിടെ തള്ള മരുമോളുള്ളൂ. മകൻ ദുബായിലാണ്. കല്യാണം കഴിഞ്ഞ് 3 മാസം 4 മാസമായിട്ട് നല്ലോണം ഊക്കിയിട്ടാവും പോയി. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. കൊണ്ടുപോകാൻ വരും എന്ന് പറഞ്ഞാൽ ലീവ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോവുക. ഈ പെണ്ണിന് നല്ല കൊതിയാണ് മരുമകൾക്ക്. അവൾക്ക് വൈബ്രേറ്ററൊക്കെ ഇവ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇവള് വയറിലിടലൊക്കെ ഉണ്ട്. അമ്മായിയമ്മ ഒരു ദിവസം കണ്ടിട്ടുമുണ്ട്. അപ്പം ഈ അങ്കിള് വരേണ്ടത് ഈ പെങ്ങളെ കളിക്കാനാണ്. അതവിടെ നിൽക്കട്ടെ. ഈ പെണ്ണ് മരുമോള് ചെറിയ നിക്കറൊക്കെ ഇടുള്ളൂ വീട്ടിൽ. ഈ ടൗണിലൊക്കെ അങ്ങനെയാണ്. വീടിൻ്റെ ഉള്ളിലല്ല ഇരിക്കണത്, പുറത്തൊന്നും ഇറങ്ങില്ല. അപ്പോൾ ഈ ട്രൗസർ കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഇയാൾ വന്നപ്പോൾ ഇവള് ഡ്രസ്സൊന്നും മാറ്റാൻ പോയില്ല, ഇറക്കം പറഞ്ഞ് തന്നെ ഇടുക. കാരണം ഇയാൾ വയസ്സായ കിളവനല്ലേ, അത്ര വയസ്സ് കഴിഞ്ഞതല്ലേ, മൈൻഡ് ചെയ്യണ്ട വിചാരിച്ച്. അപ്പോൾ ഇവളുടെ മനസ്സിലൊക്കെ ഇളവന്മാരെന്ന് പറഞ്ഞാൽ 60 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ ചില ആൾക്കാരടുത്ത് കിട്ടിയാലുണ്ടല്ലോ, എന്നെ പോലത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ കുമ്പിട്ട് നിർത്തി പറപ്പിക്കും. ഇതും അതേപോലെ ഒരു വെടിക്കാരൻ ജോസാണ്. അപ്പോൾ ഈ TV കാണാനൊക്കെ ഇരിക്കുമ്പോൾ ഇവള് കാലുമേറ്റൊക്കെ ഇരിക്കുമ്പോൾ ഇയാൾ സൈഡിലൊക്കെ ചേർന്നിരുന്ന് ഇങ്ങനത്തെ തന്നെ നോക്കണം. കാരണം എൻ്റെയൊക്കെ പ്രായക്കാരങ്ങനെ ഇങ്ങനത്തെ ഒക്കെ കണ്ടാൽ നോക്കിപ്പോവും. കാരണം കാണാ കാഴ്ചകളാണിത്. ഈ കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കുട്ടിൽ എന്ന് പറയുന്നത് ഇയാളുടെ കണ്ണാങ്ങിട്ട് തന്നെ. അപ്പോൾ ഇവൾക്ക് സുഖക്കേട് മനസ്സിലായി. ഇയാൾ വിചാരിച്ച ആളല്ല. പിന്നെ ഈ അമ്മായിയമ്മയായിട്ടുള്ള ശൃംഗാരമൊക്കെ ഇവള് കണ്ടിട്ടുമുണ്ട്. അതോർത്ത് ഇവള് വിരൽ പ്രയോഗം നടത്തിയിട്ടുണ്ട്. അപ്പം ഇവൾക്ക് അറിയാം ഇയാൾക്ക് കൊതിയുണ്ട്, പക്ഷെ ഇവളോട് അട്രാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇവള് ഏറ്റവും ഇറക്കം കുറഞ്ഞ നിക്കറൊക്കെ ഇടൽ തുടങ്ങി. ഇരിക്കുമ്പോൾ ഉള്ളിലെ ഷെഡ് കാണുന്ന ദിവസത്തിലൊക്കെ കാലൊക്കെ പൊന്തിക്കാൻ താത്തൊക്കെ ചെയ്യും. നല്ല സ്ലീവ്ലെസ് ടോപ്പിടും. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി പെണ്ണിനെ ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം അപ്പോൾ ഇയാളിവിടെ വന്ന് നിൽക്കണം, നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ബീഫൊക്കെ ഈ പെണ്ണിന് നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ട് എല്ലാം കൊടുക്കും. ഇയാൾ കുറേ സ്മോൾ അടിക്കുകയും ചെയ്യും, പക്ഷെ അറിയില്ല. അങ്ങനെ ഒരു ദിവസം ഇവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു അത്യാവശ്യം ഒരു സീരിയസ് ആയിട്ട് ഒരാൾ കിടക്കണ്ട, അവിടെ ഒന്ന് തള്ളക്ക് പോകണം. അപ്പോൾ ഇയാളെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഞാനില്ല, നീ പോയി കയറും. പെങ്ങൾ ഒറ്റക്ക് പോയി. പെങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അങ്കിള് വന്ന് ഇവളുടെ അടുത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന് ഇവളോട് ചോദിച്ചു, നീ സ്മോളടിക്ക് ചോദിച്ചു. നീ കഴിച്ചിട്ടുണ്ടോ ചോദിച്ചു. കഴിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഞങ്ങൾ കഴിക്കലൊക്കെ ഉണ്ട്, ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ല. എന്നാൽ നീ 2 ഗ്ലാസ് എടുത്തുണ്ടോ, അതിൽ നട്സ് എന്തെങ്കിലും എടുത്തതാണ്. അങ്ങനെ ഇയാൾ കുപ്പി എടുത്തുകൊണ്ട് വന്ന് കുറേശ്ശെ ഒഴിച്ച് നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് ഇവർ സിപ്പ് ചെയ്തപ്പോൾ ഇവള് നട്സ് കൊണ്ടുവന്ന് ഇങ്ങനെ കുറിക്കുകയാണ് ഇയാൾ. എന്നിട്ട് ഇയാൾ പറഞ്ഞേ, ഞാൻ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയണ ആളാണ്, മോളിങ്ങനെ ഒന്ന് ഡ്രസ്സിട്ട് എൻ്റെ മുമ്പിൽ വരല്ലേ, എനിക്ക് നിന്നൊക്കെ അടിച്ച് തിന്നാൻ തോന്നണം മോളെ. എന്തൊരു ഭംഗിയാടി നിന്നെ കാണാൻ. ആ ചേട്ട നിന്നെ ഇവിടെ ഇട്ടിട്ട് ഇത്ര നല്ല കരിമ്പിൻ തുണ്ട് ഇവിടെ ഇട്ടിട്ടല്ലേ അവിടെ പോയി കിടക്കണേ. ഞാനൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നോക്കി നിന്നെ ഇല്ലാണ്ടാക്കി കളയെന്നൊക്കെ പറയാം. അപ്പോഴത്തേക്കണം അങ്കിളിന് അത്ര കൊതിയാണ്. അങ്കിള് നോക്കണൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇയാളെ ഗ്ലാസ്സിലുള്ള ബാക്കിയാണ് വേഗം കുടിച്ച്. എന്നിട്ട് ഇവളോട് പറഞ്ഞാൽ അത് കുടിക്കുകയാണ്. അല്ല, അവളും കുടിച്ചു. അപ്പോൾ കുറച്ചേ കുടിച്ചിട്ടുള്ളൂ, എന്നാലും അവളുടെ കണ്ണൊക്കെ ഇങ്ങനെ ആയാലും തുടങ്ങി. എന്നാൽ വാ നമുക്ക് നിൻ്റെ റൂമിൽ പോകാറുണ്ട്, ഇങ്ങോട്ട് ഇനി ഇന്നാരും വരില്ല, അമ്മ നാളെ വരുള്ളൂ. ബെഡ്റൂമിൽ കൊണ്ടുപോയി.
ഇവിടെ സ്ലീവ്ലെസ് ടോപ്പ് ഒറ്റ സെക്കൻഡ് കൊണ്ട് അയാളെടുത്ത് ബാക്കിൽ നിന്ന് ബ്രേസിയറിൻ്റെ ഹുക്കും വേറിടിച്ച്. എന്നിട്ട് അയാൾ അവളെ ബെഡിൽ കിടത്തി. ആദ്യം നിക്കറിങ്ങോട്ട് പോരി. നിക്കർ ഒരു നോക്കുമ്പോൾ ഷഡ്ഡി വളരെ നൈസായിട്ടുള്ള ഇപ്പോഴത്തെ ഈ ഫോറിനൊക്കെ കൊണ്ടുവരുന്ന ഷഡ്ഡി ആ സാമാനം മാത്രമേ മറക്കുള്ളൂ. പിന്നെ 2 സൈഡിലൊരു സ്ട്രാപ്പ് പോലെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഈ ഫോട്ടത്തിൽ കാണുന്ന ഷഡ്ഡിയൊന്നും അല്ല ഇപ്പം മോഡേൺ പെണ്ണുങ്ങളൊക്കെ യൂസ് ചെയ്യണത്. അത് കണ്ടപ്പോൾ ഇയാൾക്ക് ഷഡ്ഡി മാത്രം ഇട്ട് കിടക്കണം കണ്ടപ്പോൾ എൻ്റെ പോലെ തന്നെ ഇയാൾക്ക് കാമം കത്തി കയറി. ഇയാളൊപ്പം തന്നെ അതും വലിച്ചൂരി. ഇയാൾ നോക്കുമ്പോൾ ക്ലീൻ ഷേവ് നല്ല സുന്ദരമായിട്ടുള്ള അപ്പം. ഇയാളത് കയറി നക്കലും തുടങ്ങി. നോക്കി പെണ്ണു വലിയ വീടല്ല, ആരും വരില്ലല്ലോ. ഉറക്കനെ അലറാനൊക്കെ തുടങ്ങി. കാരണം കുറേ മാസങ്ങളായി ഈ സാധനം കയറി പരിചയിച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടിയില്ലെങ്കിലേ കാമമുള്ള പെണ്ണുങ്ങൾക്ക് ഭയങ്കര പ്രശ്നം. ഇപ്പം മാസങ്ങളായി പട്ടിണി കിടക്കണം ആ പ്രദേശം. ഇയാൾ നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഉമ്മ കൊടുത്ത് ചെവിൻ്റെ ഹോട്ടലൊക്കെ നാക്കൊക്കെ ഇട്ട് ചുഴറ്റി ചുണ്ടൊക്കെ കിസ് ചെയ്ത് പിന്നെ പൊക്കിളിലൊക്കെ നാവിട്ട് ചുഴറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ സാധനമൊക്കെ വായിലെടുത്ത് ചെയ്യുമ്പി ഈ പെണ്ണ് വശിടണ കാരണം അറിയില്ല. അപ്പം അങ്കിളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏജിനനുസരിച്ചല്ല, നമ്മളെ പ്രായക്കാർക്ക് എന്തോരം കഴിവുണ്ടെന്ന് ഇവൾക്ക് കാണിച്ചു കൊടുക്കണം. ഇവളെ കെട്ടിയാക്കോ എന്തിനേലും എന്തുകൊണ്ടും ബെറ്ററാണ് ഞാനെന്ന് തെളിയിച്ചു കൊടുക്കണമെന്ന് ഇയാൾക്കൊരു വാശി. ആണുങ്ങൾക്ക് വാശി വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, പ്രത്യേകിച്ച് ഇവളുടെ ഏജ്. ഇയാളിവളെ എടുത്ത് പൊന്തിച്ച് കട്ടിൽമേന്ന് എടുത്ത് പൊന്തിച്ച് മേശപ്പുറത്ത് കൊണ്ട് ഇരുത്തണം, അവിടെ നിന്ന് കിസ് ചെയ്യണം, പിന്നെ കൂടെ നിന്ന് കട്ടിൽമേക്ക് എടുത്തണം. ഇയാൾക്ക് ഭ്രാന്തായി. ഈ പെണ്ണിന് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് കൊടുക്കാനാണ് അയാളുടെ ലക്ഷ്യം. പെണ്ണിന് ഭ്രാന്തായി, അങ്ങനെയെങ്കിലും ഒന്ന് കയറി കിട്ടിയാൽ മതി. ഇയാൾ ചെയ്യണല്ലോ, ഇയാൾ വേൾഡ് ചെയ്തേക്കാം. ഇയാൾ ഷഡ്ഡി കൂടിയപ്പോഴാണ് ഇവിടെ പേടിച്ചത്. ഇവിടെ കെട്ടിയതിൻ്റെ സാധനത്തിൻ്റെ ഇരട്ടിയുണ്ടത്. അതോള് പിന്നെ പറയുകയും ചെയ്ത് എൻ്റെ ഏട്ടൻ്റെ സാധനം ഇതിൻ്റെ പകുതിയില്ല. ഈ പെണ്ണിനെ ഒലിച്ചെന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ഒലിക്കാൻ ബാക്കിയില്ല. അത്ര ലൂബ്രിക്കേഷനായപ്പോൾ ഇയാൾ കയറി അടിക്കൽ തുടങ്ങി. അടിച്ചു എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് അപാര ടൈമിങ്ങാണ്. കളിച്ച് ഇവൾക്ക് 2-3 വട്ടം വന്നിട്ട് ഇയാൾക്ക് വരണില്ല. പിന്നെ ഇവൾക്ക് മതിയായോ എന്നുള്ളൊരവസ്ഥയിലെത്തിയപ്പോൾ ഇയാൾക്കിത് കൺട്രോൾ ചെയ്യാനറിയും. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. എനിക്കുണ്ട് ആ കഴിവ്. നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ വെടി പൊട്ടൂല. അങ്ങനെ ഇയാൾ അഡ്ജസ്റ്റ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് മതിയായെന്ന് കണ്ടപ്പോൾ അടിച്ചൊഴിച്ചെന്ന് പറഞ്ഞാൽ അറ്റം വരാണ്ട് പെടുത്തു. പുറത്തൊന്നും കളഞ്ഞില്ല. അപ്പോൾ ഇവള് കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ചോദിച്ചാൽ എന്തെങ്കിലും ആവുക, പ്രശ്നമാവുക. ഒരു പേടി നീ പേടിക്കണ്ട, നിനക്ക് ഞാൻ പിൽസ് തരാറ്. അയാൾ പിന്നെ ആ പെണ്ണിനെ ഈ തള്ള വരുവോളം അങ്ങോട്ട് നോക്കി. നല്ല കരിമ്പിൻ തുണ്ടല്ലേ കിട്ടിയേക്കണത്. പിന്നെ അയാൾ ഇടക്കിടക്ക് വരും. അമ്മായിയമ്മക്ക് സൂക്കേട് മനസ്സിലായി. പിന്നെ അമ്മായിയമ്മ സോഷ്യൽ മൈൻഡാണ്. പിന്നെ അമ്മായിയമ്മ വിചാരിച്ചെന്താണ്, അവളൊരു പെണ്ണല്ലേ, എൻ്റെ മോൻ ചെയ്തത് നല്ലൊരു കാര്യമല്ലല്ലോ, ഒരു പെണ്ണിനെ കളിച്ച് കൊതിപ്പിച്ചിട്ടാണ് പോയതല്ലേ. അപ്പോൾ മകൻ വിളിച്ച് പറഞ്ഞ് അവിടെ ക്വാർട്ടേഴ്സൊന്നും റെഡിയാവില്ല, ഒരു കൊല്ലം കൂടിയൊക്കെ നിൽക്കേണ്ടി വരും, എന്നാലേ ക്വാർട്ടേഴ്സ് അലോട്ടാവുള്ളൂ. അപ്പോൾ ഇവർക്ക് സന്തോഷം, ഇവൾക്ക് പെരുത്ത് സന്തോഷം. കാരണം അവൻ്റെ അടുത്ത് പോയാൽ അവൻ്റെ കളി വലിയ മെച്ചമൊന്നുമില്ല. കാരണം 2-3 മാസം കൊണ്ട് ഇവൾക്ക് മനസ്സിലായി, എന്നാലും ഒരാണിൻ്റെ സാധനമല്ലേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. അപ്പോഴാണ് ഈ മുഴുത്ത ഏത്തപ്പഴം കിട്ടണത്. പെണ്ണിന് പിന്നെ അങ്ങോട്ട് പോകണമെന്നില്ല. ഇതൊക്കെ നമ്മുടെ വീടുകളിലും നാട്ടിലും ഒക്കെ നടക്കണ കാര്യങ്ങളാണ്. ചില ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ തെറി പറയും, നീ ആൾക്കാരെ പിഴപ്പിക്കാൻ നടക്കണം. ഇത് ഞാനായിരിക്കും ഇതിന് പ്രൊമോട്ട് ചെയ്യണമെന്നല്ല, ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ലോകം അതാണ്, അത്രേ ഉള്ളൂ.
അല്ല ചില ആൾക്കാർ സ്വന്തം ആചാരം പൊട്ടി വലിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ പറയും ഇത് മുഴുവൻ കണ്ടിട്ടാണ് കേട്ടോ പറയുക, നീ വൃത്തികെട്ടവനാണ്. നല്ല ചെറിയ കമൻറ്റ് എനിക്ക് വരലുണ്ട്. ഞാൻ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യില്ല. ഇഷ്ടമുള്ളവർ നല്ല കമൻറ്റ് ഇടും. എന്തായാലും ചെറിയാലും കമൻറ്റ് ഇട്ടോ, കാരണം എനിക്കത് ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നാളെ. നമസ്കാരം.